ഹലോ എവരി വൺ, ലേൺ 24ൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിൻ്റ് എന്ന് പറയുന്ന ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗൈഡും ഈ ഒരു വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു +2 പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പീരീഡാണ്. കാരണം എക്സാംസും പ്രാക്ടിക്കൽസും ഒക്കെ കൂടെ നിറഞ്ഞൊരു കാലഘട്ടമാണ് എന്ത് +2 പീരീഡ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നല്ലൊരു സ്കോർ ലഭിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. അപ്പോൾ ഈ പേര് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്താകെ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. സ്ട്രക്ചർ എന്താണ്, പോയിൻറ്റേഴ്സ് എന്താണെന്ന് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ മറന്നു പോകരുത്, സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് വിച്ച് റെപ്രസെൻറ്റ് ദ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് ഓഫ് എ ഡിഫറെൻറ്റ് ടൈപ്സ് അണ്ടർ എ സിംഗിൾ നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലോജിക്കലി റിലേറ്റഡ് ആയിട്ട് ഡാറ്റ ഐറ്റംസ്. എങ്ങനത്തെ ഡാറ്റ ഐറ്റംസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റം, ഒരേപോലെയുള്ള ഡിഫറെൻറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഇൻറ്റിജർ, ക്യാരക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റ ഐറ്റംസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇത് എന്തിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റ ഐറ്റംസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്റ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് സിൻടാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറിന് സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്ട്രക്റ്റ് സ്ട്രക്ചർ നെയിം ഓപ്പൺ ബ്രേസ് ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1 ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2 ദെൻ എന്താണ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്ത് ഇടണം, നിങ്ങൾ ഒരു സെമിക്കോളൻ നിർബന്ധമായിട്ടും ഇടണം. അല്ലെങ്കിൽ സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, എറർ സംഭവിക്കും. അപ്പോൾ സ്ട്രക്ചറിന് മെയിനായിട്ട് എന്താ, സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. പേര് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ എന്ത് ചെയ്യാം, നമ്മൾ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്, സെമിക്കോളൻ ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളോട്ട് കടക്കാം. ഇവിടെ നോക്കിക്കേ, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് ഓപ്പൺ ബ്രേസ് ഇൻറ്റു റോൾ നമ്പർ 1 എന്താണ് ക്യാരക്ടർ നെയിം ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കാം, സ്ട്രക്റ്റ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. സ്ട്രക്ചറിൻ്റെ നെയിം ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെയിം ആണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചറിൻ്റെ നെയിം ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, കുട്ടിയുടെ റോൾ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മാർക്ക് ഇവിടെ കൊടുക്കാം, ഇൻഡിജർ മാർക്ക്, ടോട്ടൽ മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിഫറെൻ്റ് ആയിട്ട് ഡാറ്റ ടൈപ്സ് അല്ലേ, ഇൻഡിജർ ആണ്, ഒന്ന് എന്താണ് ക്യാരക്ടർ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിനകത്ത് എന്താ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റ ഐറ്റംസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കീവേഡ് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. പിന്നെ എന്ത് കൊടുക്കണം, നെയിം കൊടുക്കണം. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് എ ഫോളോസ്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സ്ട്രക്ചർ ടാഗ് വേരിയബിൾ 1 വേരിയബിൾ 2 എക്സെട്ര വേരിയബിൾ n. കാരണം ഈ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ നെയിമിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയില്ലേ സ്ട്രക്ചർ നെയിം, അപ്പോൾ അതേപോലെ തന്നെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താ, സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം ആണ്. അതിൻ്റെ വേരിയബിൾ ആണ് പി. അപ്പോൾ നമുക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തു, പി എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. അപ്പോൾ ഈ വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്, അതാണ് അടുത്ത് നമ്മൾ പറയുന്നത്, എങ്ങനെ നമ്മൾ ഇത് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്ട്രക്ചർ ടാഗ് വേരിയബിൾ ഈക്വൽ ടു ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര വാല്യൂ n. കാരണം നമ്മൾ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കിക്കേ, പേഴ്സൺ. ദെൻ അതിൻ്റെ വേരിയബിൾ ആണെന്ത്, പി എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിൾ ആണ്. ദെൻ ഈക്വൽ ടു ആ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കൊടുത്ത വാല്യൂസ് എന്തൊക്കെയാ, നെയിം എന്ന് പറയുന്ന മഹേഷ്, ദെൻ ഏജ്, ദെൻ അതിൻ്റെ സാലറി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്,
വേരിയബിൾ നമ്മൾ ഡിക്ലെയർ അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസേഷൻ നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രക്ചർ ടാഗ് വേരിയബിൾ 1 വേരിയബിൾ 2 എക്സെട്ര വേരിയബിൾ. ഈ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രക്ചർ ടാഗ് വേരിയബിൾ ഈക്വൽ ടു എന്താണ്? ബ്രേസ് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കും? നമ്മൾ ഇൻപുട്ടായിട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുക. എന്തൊക്കെയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, നെയിം, ഏജ്, സാലറി, നമുക്ക് വേറെ എക്സ്ട്രാ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിക്ലെയർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ അത്. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ അകത്ത് എന്താ കിടക്കുന്നത്? കുറേ ഡാറ്റാസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പേഴ്സൻ്റെ പേര്, ഏജ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? അപ്പോൾ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രക്ചറിൻ്റെ അകത്ത് ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ മറന്നു പോകരുത്, ഡോട്ട് ഓപ്പറേറ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രക്ചറിൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു ഡാറ്റാസ് അല്ലെങ്കിൽ ഒരു മെമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡോട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ അതിന് സിൻടാക്സ് ആണ് ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. കാരണം ഡോട്ട് എലമെന്റ് നെയിം, കാരണം സ്ട്രക്ചർ വേരിയബിൾ ഉണ്ടാവും, ഡോട്ട് എന്താണ്? എലമെന്റ് നെയിം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, സി ഇൻ പി ഡോട്ട് നെയിം. ഇപ്പോൾ സി ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. പി എന്ന് പറയുന്നത് എന്താ? നേരത്തെ എഴുതിയ വേരിയബിളിൻ്റെ നെയിം. ഡോട്ട് എന്താ? ഡോട്ട് ഓപ്പറേറ്റർ ഡോട്ട് നെയിം. അപ്പോൾ നമ്മൾ എന്താ? നെയിമാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും എടുക്കേണ്ടത്. അപ്പം സി ഔട്ട്. അപ്പോൾ നമുക്ക് പ്രിന്റിൽ എന്ത് വരും? പി ഡോട്ട് നെയിം. എന്താണോ നമ്മുടെ ആ വേരിയബിൾ നെയിമായിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കൊടുത്തതിൽ എന്താ? ഇവിടെ മഹേഷ് എന്നല്ല കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കാണിക്കും? നമുക്ക് എന്താ ആക്സസ് ചെയ്തത്? നെയിമാണ് നമ്മൾ ആക്സസ് ചെയ്തത് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ട് ആയിട്ട് എന്ത് കാണിക്കും? ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കാണിക്കും? മഹേഷ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പം പറഞ്ഞ മനസ്സിലായി? അപ്പം നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്ട്രക്ചറിൻ്റെ അകത്ത് നിന്ന് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് നെസ്റ്റഡ് സ്ട്രക്ചറാണ്. നെസ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഓടി ഇതിന് മുമ്പൊക്കെ നെസ്റ്റഡ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടാവും. ഇല്ല, നെസ്റ്റഡ് ലൂപ്പ്, നെസ്റ്റഡ് ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നെസ്റ്റഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതി നോക്കിക്കേ, എ സ്ട്രക്ചർ ഡിഫൈൻഡ് വിത്തിൻ എ അനദർ സ്ട്രക്ചർ ഓർ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ അനദർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് എന്താണ്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്ത് വരിക? മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? അപ്പോൾ നിങ്ങൾ നെസ്റ്റഡ് എന്ന് പറഞ്ഞ ടേം എവിടെ കേട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെസ്റ്റഡ് ഇഫ് ആണെങ്കിൽ ഇഫിനുള്ളിൽ മറ്റൊരു ഇഫ് വരുന്നത്. ഓക്കെ, നെസ്റ്റഡ് ലൂപ്പ് ആണെങ്കിൽ എന്താ? ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നത്. അതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, സ്ട്രക്ട് എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്ട്രക്ചറിൻ്റെ നെയിമാണ്. അപ്പോൾ എംപ്ലോയിൻ്റെ അകത്ത് എന്ത് കൊടുത്തു? ഇൻ്റെ എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ നമ്പർ കൊടുത്തു. അത് ഇൻഡിജർ ആയിട്ട് കൊടുത്തു, നമ്പർ ആണല്ലോ. ദെൻ ക്യാരക്ടർ നെയിം, നമ്മൾ ക്യാരക്ടറായിട്ട് എന്ത് നെയിം ക്യാരക്ടറായിട്ട് കൊടുത്തു. ദെൻ സ്ട്രക്ട് ഡാറ്റ, വേറൊരു സ്ട്രക്ചർ നമ്മൾ അവിടെ എന്ത് ചെയ്ത് കൊടുത്തു. കാരണം ഈ ഒരു സ്ട്രക്ചറിനുള്ളിൽ കൊടുക്കുന്ന മറ്റൊരു സ്ട്രക്ചറാണ് എന്ത്? ഡാറ്റ എന്ന പേരുള്ള മറ്റൊരു സ്ട്രക്ചർ. ദെൻ അതിൻ്റെ അകത്ത് എന്താ കൊടുത്തത്? ഇൻറ്റ് ഡേ, മന്ത്, ഇൻറ്റ് ഇയർ, എന്താണ്? DOB എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ കാണിച്ചത്. എന്തിൻ്റെ ആണ്? എംപ്ലോയി എന്ന് പറയുന്നതിൻ്റെ സംഭവം. പറഞ്ഞാൽ മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പം ഇതെന്താണ്? സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എക്സാം എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് എപ്പോഴും എക്സാമ്പിളും സിൻടാക്സും എഴുതാൻ ശ്രമിക്കുക. കാരണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്കോർ ലഭിക്കുന്നതായിരിക്കും. കാരണം നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം എക്സാമിന് പല ടൈം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്ത്? കമ്പാരിസൺ ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞു. എന്താണ് സ്ട്രക്ചർ? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അത് മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറേനെ സംബന്ധിച്ച് നോക്കിക്കേ, ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? അറേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ മറന്നു പോകരുത്, അറേ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പും സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുമാണ് എന്ത്? സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത എന്താണ്? എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ.
അല്ലേ? അറേയിൽ എന്താ ചെയ്യുന്നത്? ഒരേപോലുള്ള കുറേ ഡാറ്റാസ് മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ, അറേയിൽ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്ട്രക്ചറിൽ എന്താ ചെയ്യുന്നത്? കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് ആണ് എവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ സ്ട്രക്ചേഴ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. അറേ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആണ്, സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ആണ്. അറേയിൽ നമ്മൾ എന്താണ്? ഒരേപോലുള്ള കുറേ ഡാറ്റാസ് ആണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രക്ചറിൽ നമ്മൾ എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എലമെന്റ് ഓഫ് ആൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് ദ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്. നമ്മൾ അറേ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ സബ്സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്, എ ഓഫ് അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എലമെന്റ്സ് നമ്മൾ റെഫറൻസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റെഫറൻസ് ചെയ്യുന്നത് എന്താണ്? ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആക്സസ് ചെയ്യുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ ഇത് ആക്സസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേയിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അറേ എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്, ഒരേപോലെ കുറേ ഡാറ്റാസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാരണം ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെഷനാണ്. കാരണം എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചേഴ്സിൽ മെയിനായിട്ട് ആലോചിച്ച് വെക്കണം, അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രക്ചർ എന്താണെന്ന് ഓർത്ത് വെക്കുക. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സിൻറ്റാക്സ് ഓർത്ത് വെക്കുക, then ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക? സ്ട്രക്ചറും അറേയും തമ്മിലുള്ള ഒരു കമ്പാരിസൺസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? പോയിന്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് പോയിന്റേഴ്സ് അല്ലെങ്കിൽ പോയിന്റിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിന്റിങ് ഡിവൈസ് ഉണ്ട്. നമ്മളിപ്പം പോയിന്റ് ഇപ്പം നിങ്ങളൊരു കൈ ചൂണ്ട അല്ലെങ്കിൽ നമ്മൾ ആ ബുക്കിലോട്ടേ കൈ ചൂണ്ട അങ്ങനെയൊക്കെ പോയിന്റ് ചെയ്യാറില്ലേ? അപ്പോൾ അതേപോലെ തന്നെ പോയിന്റർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ വേരിയബിൾ ദാറ്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. പോയിന്റർ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പോയിന്റർ ഈസ് എ വേരിയബിൾ എന്താ ചെയ്യുന്നത്? ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? പോയിന്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പോയിന്ററിൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ എഴുതിയത്. ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ, ഇതാണ് പോയിന്ററിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ ഓർത്ത് വെക്കുക, ജസ്റ്റ് സിമ്പിൾ ആണ്. ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ, ഇതാണ് പോയിന്ററിൻ്റെ സിൻറ്റാക്സ്. ഇതിന് എക്സാമ്പിൾ നോക്കിക്കേ, ഇൻഡ് സ്റ്റാർ പി ടി ആർ എന്ന് കൊടുത്തു. സ്റ്റാർ എന്ന് പറയുന്നത് ഇത് പോയിന്റർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഇടുന്നത്. ഇൻഡ് എന്ന് പറയുന്നത് ഇൻഡിജർ, ഇത് എ എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ആണ്. ദെൻ ഇൻഡ് എ ഈക്വൽ ടു ആംപ്രസൻറ്റ് എ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഈ ഒരു എ ഒരു അഡ്രസ്സ്, ഇതിൻ്റെ ഒരു അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തതിന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ജസ്റ്റ് നമ്മൾ പോയിന്റർ എപ്പോഴും നമ്മൾ കാണിക്കാൻ വേണ്ടി സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ആസെറ്റിക് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. നോർമലി നമുക്ക് പെട്ടെന്ന് മനസ്സിലായി നമ്മൾ സ്റ്റാർ എന്ന് പറയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ അടുത്ത പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെമ്മറി അലോക്കേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ മെമ്മറി അലോക്കേഷൻ ഡൺ ബൈ ദ കമ്പൈലർ ബിഫോർ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. കാരണം നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര സ്പേസ് വേണം, നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് തീർക്കണേ എത്ര സ്പേസ് വേണം, അതൊക്കെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്? മെമ്മറി അലോക്കേഷൻ എന്ന് നമ്മളുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ദ മെമ്മറി അലോക്കേഷൻ ഡൺ ബൈ ദ കമ്പൈലർ, കാരണം കമ്പൈലർ ആണ് എന്ത് ചെയ്യുന്നത്? മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നത് എപ്പം? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് അറ്റ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ ഈസ് നോൺ ആസ് എ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. നമ്മളിപ്പം കമ്പൈലേഷൻ നടക്കുന്ന ടൈമിൽ, കമ്പൈലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എറർ ചെക്ക് ചെയ്യുന്നത്. നമ്മളൊരു പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാമിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു കമ്പൈലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? ഇത്ര മെമ്മറി നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മറക്കരുത്, സ്റ്റാറ്റിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്താണ് കമ്പൈലേഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അപ്പോൾ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ പ്രോഗ്രാം എന്താണ് കമ്പൈലേഷൻ നടത്തി എറർ ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജ് എന്താ? എക്സിക്യൂഷൻ. നമ്മൾ റൺ ചെയ്യും പ്രോഗ്രാം. ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അലോക്കേഷൻ, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രോഗ്രാമിന് എത്രത്തോളം മെമ്മറി ആവശ്യമുണ്ട് ആ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പൈലേഷൻ നടക്കുന്ന സമയത്ത് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്നും, ആ റൺ ടൈം സമയത്ത് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എന്ത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കാം, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, കമ്പൈലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അതേപോലെ തന്നെ ഡൈനാമിക് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മെമ്മറി അലോക്കേഷൻ പറഞ്ഞു, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ പറഞ്ഞു, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പറഞ്ഞു. അപ്പോൾ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വരുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഈ ന്യൂ ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുതിയതായിട്ട് ഒരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പുതിയതായിട്ട് നമുക്കൊരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യണം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണെന്ത്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ പ്രൊവൈഡ് ഡൈനാമിക് സ്റ്റോറേജ് അലോക്കേഷൻ എന്നാണ്. അപ്പോൾ ഡൈനാമിക്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യും ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് പോയിന്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ, ഇൻറ്റ് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു എന്താണ്, ന്യൂ ഇൻറ്റ്. അപ്പോൾ നമ്മളിവിടെ പോയിന്റർ എന്താണ്, പോയിന്റർ വേരിയബിൾ എന്താണ് ഇവിടെ, പി ടി ആർ. അപ്പോൾ പി ടി ആർ ഈക്വൽ ടു എന്താണ്, ന്യൂ ഇൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടായി, ഡൈനാമിക്കലി നമുക്ക് എന്താണ്, ഒരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്തതെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ, ഡൈനാമിക്കലി നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട രണ്ട് ഓപ്പറേറ്റർ ആണ്. ഫസ്റ്റ് ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഡൈനാമിക്കലി പുതിയൊരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ ആണല്ലോ? ദെൻ അടുത്തത് ഡിലീറ്റ് ഓപ്പറേറ്റർ ആണ്. എന്താണ് ഡിലീറ്റ്? ആ പേരിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡൈനാമിക്കലി നമ്മൾ അലോക്കേറ്റ് വെച്ച ഒരു സ്റ്റോറേജിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക അല്ലേ. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പോസിങ് ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി. നമ്മൾ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ അതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ, ഡിലീറ്റ് പോയിന്റ് വേരിയബിൾ, ഡിലീറ്റ് പി ടി ആർ. എന്താണോ ആ വേരിയബിൾ ഡിലീറ്റ് പി ടി ആർ എന്ന് കൊടുത്ത് എന്ത് ചെയ്യും, ആ ഒരു ഡൈനാമിക് അലോക്കേറ്റ് ചെയ്ത ഒരു സ്റ്റോറേജ് നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയിട്ട് പോവും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, നമുക്ക് രണ്ട് ഓപ്പറേറ്റർ ആണുള്ളത്, ന്യൂ ആൻഡ് ഡിലീറ്റ്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്, പുതിയതായിട്ടൊരു അലോക്കേഷൻ, ഡൈനാമിക്കലി അലോക്കേഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, ന്യൂ എന്ന് പറയുന്നത്. ഡിലീറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു അലോക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ സിൻടാക്സുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന മെമ്മറി ലീക്കാണ്. ഇത് 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് മെമ്മറി ലീക്ക് അല്ലെ? മെമ്മറി ലീക്ക് എന്ന് പറയുമ്പോൾ എന്താ, ലീക്കായി പോവുക. ആ ഒരു വേർഡ് മീനിങ് നോക്കിയാൽ മനസ്സിലാവും, മെമ്മറി ഇല്ലാതായി പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എ മെമ്മറി ലീക്ക് ഒക്കേഴ്സ് വെൻ പീസ് ഓഫ് മെമ്മറി ദാറ്റ് വാസ് previously allocated dynamically by a program is not properly deallocated by the programmer. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തൊരു മെമ്മറി, ഡൈനാമിക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് കറക്റ്റായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ നമുക്ക് എന്ത് ഡീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി ലീക്ക്. അല്ലെങ്കിൽ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തൊരു മെമ്മറി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി ലീക്ക് എന്ന് പറയും. നമുക്ക് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കത് ഡിലീറ്റും അല്ല, പക്ഷേ അത് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡീഅലോക്കേറ്റും അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി ലീക്ക്. അപ്പോൾ ആ മെമ്മറി നമുക്ക് അവിടെ കാണാനില്ല, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത സംഭവത്തിൽ നമുക്ക് പ്രോപ്പർലി നമുക്ക് ഡീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. എക്സാം 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, മെമ്മറി ലീക്ക്. എന്ന് വെച്ചാൽ അത് ഓർത്ത് വെക്കുക. ആ പേരിൽ തന്നെ ഉണ്ട്, മെമ്മറി നമുക്ക് എന്ത് ചെയ്യുക, ഇല്ലാതായിപ്പോ, അതിനെയാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. എന്താണ്, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെയും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്താണ്, കമ്പാരിസൺസ് ആണ്. ഇതും എക്സാമിന് എന്ത് ചെയ്യും, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് എപ്പോഴും ഒരു 3 പോയിന്റ്സ് എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ടേക്ക് പ്ലേസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. കാരണം നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാറ്റിക്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, കാരണം നമ്മൾ കമ്പൈലേഷൻ സമയത്താണ് എന്ത് ചെയ്യുന്നത്,
സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ നടത്തുന്നത്. പക്ഷേ ഡൈനാമിക് എന്താണ്? ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം, നമ്മൾ ഓൾറെഡി റൺ ടൈം സമയത്ത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഇത് ബിഫോർ എക്സിക്യൂഷനും ഇതെന്താണ്? റൺ ടൈമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം പ്രധാനമായിട്ടും ഓർത്ത് വെക്കാം. ഇതിനടുത്ത് എന്താണ്? നോ ഓപ്പറേറ്റർ റിക്വയർസ്. നമുക്ക് എന്തില്ല? സ്റ്റാറ്റിക് മെമ്മറിയിൽ പ്രത്യേകിച്ച് ഓപ്പറേറ്റേഴ്സ് ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. പക്ഷേ നമുക്ക് ഡൈനാമിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റർ ഓപ്പറേറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തെന്താ? നോ നീഡ് ഓഫ് പോയിന്റേഴ്സ്. നമുക്ക് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ എന്താ ആവശ്യമില്ല? പോയിന്റേഴ്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷേ ഡൈനാമിക് മെമ്മറി അതിൽ നമുക്ക് എന്ത് വേണം? പോയിന്റർ ഈസ് എ എസെൻഷ്യൽ. അങ്ങനെ പോയിന്റർ നമുക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ അടുത്തെന്താ പറയുന്നത്? ഡാറ്റ ഈസ് റെഫറൻസ്ഡ് യൂസിങ് വേരിയബിൾ. നമ്മൾ ഡാറ്റ എന്താണ് ഈസ് റെഫറൻസ്ഡ് യൂസിങ് എന്താ? വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മറ്റേന്താ നമ്മൾ ചെയ്യുന്നത്? അഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾസ് ആണെങ്കിൽ ഇവിടെ എന്താ? നമ്മൾ അഡ്രസ്സ് വെച്ചിട്ടാണ് ഡാറ്റ റെഫറൻസ്ഡ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സ്റ്റാറ്റിക്കിൽ നമ്മൾ വേരിയബിൾസ് വെച്ചിട്ടും ഡൈനാമിക്കിൽ നമ്മൾ എന്താണ്? അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താ? മെമ്മറി വിൽ ബി ഡിസ്പോസ്ഡ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. നമ്മൾ ഇതിൻ്റെ അകത്ത് മെമ്മറി നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ, എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി പോവും? ഡിസ്പോസ് ആയി പോവും. പക്ഷേ ഇതിൽ ഡൈനാമിക് മെമ്മറിയിൽ നമ്മൾ എന്താണ്? ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഡിസ്പോസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്റ്റാറ്റിക്കലി നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? റൺ ടൈമിലാണ് ചെയ്യുന്നത്. പിന്നെ പോയിന്റേഴ്സിൻ്റെ ആവശ്യമില്ല, പോയിന്റേഴ്സ് ആവശ്യമുണ്ട്. അതേപോലെ ഓപ്പറേറ്റർ വേണ്ട, ഓപ്പറേറ്റർ ആവശ്യമുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ എന്താണ്? ഡാറ്റയിൽ നമ്മൾ എന്താണ്? വേരിയബിൾസ് ആണ് റെഫറൻസ് ചെയ്യുന്നത്. ഡൈനാമിക്കിൽ എന്താണ്? അഡ്രസ്സാണ്. അതേപോലെ തന്നെ മെമ്മറി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈനാമിക്കലി ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണോ? അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് അരിതമാറ്റിക് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അരിതമാറ്റിക് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം, അഡീഷൻ അല്ലേ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് എന്തിൽ വരുന്നത്? അരിതമാറ്റിക് ഓപ്പറേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. സി ഔട്ട് PTR +1 എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ. ഹിയർ PTR എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് വേരിയബിൾ ആണ്, ടൈപ്പ് ഓഫ് ഇൻറ്റിജർ ആയിരിക്കും. PTR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് വേരിയബിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? PTR എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നമുക്ക് നോക്കാം, PTR എന്ത് ചെയ്യുന്നത്? അഡ്രസ്സ് 1000 എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് +1 എന്ന് പറയുന്ന സമയത്ത് ഇത് എബോ കോഡ് വിൽ ബി. അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കാണുകയാണെങ്കിൽ അടുത്ത അഡ്രസ്സ് എവിടേക്കായിരിക്കും പോവുക? 1004 പോവുക. കാരണം ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റീജറിൻ്റെ ബൈറ്റ് സൈസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 കഴിഞ്ഞാൽ അടുത്ത സൈസ് എന്തായിരിക്കും? 1004 ആയിരിക്കും. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 1008 ആയിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത എന്തായിരിക്കും? 1000 അല്ലേ? 12 ആയിരിക്കും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതാണ് എന്ത്? അരിതമാറ്റിക് ഓപ്പറേഷൻസ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതൊക്കെ നമ്മൾ എന്തിൽ കാണിക്കുന്നുണ്ട്? പോയിന്റേഴ്സിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിലേഷണൽ ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറേ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ തുടങ്ങിയ കുറേ ഒരു 6-7 റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ എന്താണ്? ഈ ഈക്വാലിറ്റിയും നോൺ ഈക്വാലിറ്റി ഓപ്പറേഷൻ മാത്രമേ നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ? പോയിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ ഈക്വാലിറ്റിയും അതേപോലെ തന്നെ നോട്ട് ഈക്വാലിറ്റി എന്ന് പറഞ്ഞ രണ്ട് ഈ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് മാത്രമേ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നുള്ളൂ? പോയിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണ്. അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക്, A = 5 എന്ന് പറയുന്നത് എന്താ? എയുടെ വാല്യൂ 5 ആണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, റിലേഷൻ ഓപ്പറേറ്ററിൽ നമ്മൾ ഈക്വാലിറ്റിയും നോൺ ഈക്വാലിറ്റിയും എന്ന് പറയുന്ന ഓപ്പറേഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ മെമ്മറി അഡ്രസ് ഈസ് സിംപ്ലി എ യുണീക്ക് നമ്പർ ടു ഐഡൻറ്റിഫൈ ദ ഈച്ച് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ ഈ ഒരു മെമ്മറി അഡ്രസ്സാണ് നമ്മൾ എന്താ കൊടുക്കുന്നത്? നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓരോ അഡ്രസ്സും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യുണീക്ക് ആയിട്ട് അഡ്രസ്സായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാത്തിനും ഒരേപോലത്തെ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ യുണീക്ക് ആയിട്ടൊരു പേരായിരിക്കും എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോയിന്റർ ആൻഡ് അറേ ആണ്. ഇപ്പോൾ പോയിന്റർ ആൻഡ് അറേ എന്ന് പറയുന്നത്, പോയിന്റർ ഈസ് നോട്ട് ഓൺലി സേ ദ അഡ്രസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ. കാരണം പോയിന്റർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഒരു സിംഗിൾ വേരിയബിൾ അഡ്രസ്സ് അല്ല എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്ത് വെക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ആൻ അറേ. മൊത്തം എന്താണ്? അറേയുടെ അഡ്രസ്സാണ് എന്ത് ചെയ്ത് വെക്കുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പോയിന്റേഴ്സ് നോട്ട് ഓൺലി സേ ദ അഡ്രസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ. കാരണം ഒരിക്കലും ഒരു സിംഗിൾ വേരിയബിളിൻ്റെ അഡ്രസ്സ് അല്ല എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്ത് വെക്കുന്നത്. മൊത്തം ഒരു അറേയുടെ എന്താണ്? അഡ്രസ്സാണ് എന്ത് ചെയ്ത് വെക്കുന്നത്? നമ്മൾ
സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻറ്റ് എ ഓഫ് 5 ഇൻറ്റ് സ്റ്റാർ പി ടി ആർ, ദെൻ പി ടി ആർ ആംപ്രസെൻറ്റ് ഓഫ് എ ഓഫ് എന്താണ് 0. ഫസ്റ്റ് അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ എന്ത് ചെയ്ത് വെക്കുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റർ അറേ പറഞ്ഞു. അപ്പോൾ പോയിന്ററിൽ പി ടി ആർ എന്ന് പറയുന്ന വേരിയബിൾ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും, ബേസ് അഡ്രസ് ഓഫ് ദ അറേ ആണ്. ബേസ് അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദാറ്റ് ഈസ് അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് അറേ ഓഫ് എലമെന്റ്. നമ്മൾ ഫസ്റ്റ് അറേ എന്ന് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ഇവിടെ എ ഓഫ് 0, കാരണം എ ഓഫ് 5 ആണ് സൈസ്. പക്ഷെ നമ്മൾ എന്താണ് ആദ്യം സ്റ്റോർ ചെയ്യുന്നത്, എന്താണ് എ ഓഫ് 0 ബേസ് അഡ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. ദെൻ പി ടി ആർ ഈക്വൽ ടു പി ടി ആർ പ്ലസ് 1. പി ടി ആർ ഈക്വൽ ടു പി ടി ആർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താ, അടുത്ത നെക്സ്റ്റ് വേരിയബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ്, ഇത് ഗീവ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് അറേ ഓഫ് വേരിയബിൾ. കാരണം അടുത്ത എന്ത് ചെയ്യുക, നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത്, അടുത്ത അഡ്രസ്സ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡൈനാമിക് അറേ. ഡൈനാമിക് അറേ ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ റൺ ടൈം യൂസിങ് ഡൈനാമിക് അലോക്കേഷൻ ഓപ്പറേറ്റർ ന്യൂ. കാരണം നമ്മൾ എന്താണ് ഡൈനാമിക് അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യുന്ന ഒരു അറേയാണെന്ത്, ഡൈനാമിക് അറേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം യൂസിങ് ഡൈനാമിക് അലോക്കേഷൻ ഓഫ് ഓപ്പറേറ്റർ ന്യൂ. നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറേയാണെന്ത്, ഡൈനാമിക് അറേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡൈനാമിക് അറേ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ എപ്പോഴും എന്താണ് പോയിന്റർ നമ്മൾ എന്താണ് അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അറേയുടെ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തായിരിക്കും ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ബേസ് അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്ത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പി ടി ആർ പ്ലസ് 1 കൊടുത്തിട്ട് നെക്സ്റ്റ് അഡ്രസ്സ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ സിൻടാക്സ് ആണ്. പോയിന്റ് ന്യൂ ഈക്വൽ ടു ഡാറ്റ ടൈപ്പ് ഓഫ് സൈസ്. എക്സാമ്പിൾ നോക്കി, ഇൻറ്റ് പി ടി ആർ എന്ന് വെച്ചാൽ അതിൻ്റെ വേരിയബിൾ. പി ടി ആർ ഈക്വൽ ന്യൂ ഇൻറ്റ് ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്തായി, ഒരു ഡൈനാമിക് അറേ നമുക്ക് ഇവിടെ എന്തായി, ക്രിയേറ്റ് ആയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ്, നമ്മളൊരു സൈസ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കാണിക്കുന്നത്, എന്താ ഒരു ഡൈനാമിക് അറേ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഇതിലൂടെ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണിത്. പോയിന്റർ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് സൈസ്. അപ്പോൾ നമ്മൾ ഇൻറ്റ് സ്റ്റാർ പി ടി ആർ എന്നൊരു വേരിയബിൾ, പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ആ പി ടി ആർ ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, ഇൻറ്റ് ന്യൂ ഇൻറ്റ് ഓഫ് 10 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡൈനാമിക് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റർ ആൻഡ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പോയിന്റർ ആൻഡ് അറേ ആണ്. അപ്പോൾ നമ്മളിപ്പം പറയുന്നത് എന്താണ്, പോയിന്റർ ആൻഡ് സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ഡബിൾ കോഡ്. ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റർ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എ സ്ട്രിങ്. പോയിന്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രിങ് ആണ്. സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ സ്റ്റോർ സ്ട്രിങ് ഓഫ് എനി സൈസ്. എത്ര സൈസുള്ള സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ക്യാർ സ്റ്റാർ എസ് ടി ആർ, സ്ട്രിങ്ങിനെ നമ്മൾ ഷോർട്ടായി കൊടുത്ത് എസ് ടി ആർ എന്ന് കൊടുത്തു, ഈക്വൽ ടു എന്താണ്, അബിയ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഈ ഒരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മൾ പോയിന്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എത്ര വലിയ സൈസ് സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന അറേ ഓഫ് സ്ട്രിങ്. അറേ ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് എന്താ, പോയിന്റർ ക്യാൻ ഓൾസോ സ്റ്റോർ എ ഗ്രൂപ്പ് ഓഫ് സ്ട്രിങ് ദാറ്റ് ക്യാൻ ബി ഡൺ ആസ് ഫോളോസ്. കാരണം നമുക്ക് കുറേ സ്ട്രിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് പോയിന്റർ വഴി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ പേരുകളാവട്ടെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച എന്താ, ഒറ്റൊരു പേര് മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2-3 പേരുകൾ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്യാർ സ്റ്റാർ എസ് ടി ആർ ഓഫ് എന്ത് കൊടുത്തു, 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ സൈസ് എന്താ, 3 എന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം 3 സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ 4 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മാക്സിമം 4 സ്ട്രിങ് നമുക്ക് കൊടുക്കാം. 5 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, 5 സ്ട്രിങ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചത്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ക്യാർ സ്റ്റാർ എസ് ടി ആർ ഓഫ് 3 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 3 സ്ട്രിങ് കൊടുക്കാൻ വേണ്ടി പറ്റും, നിഖിൽ, അരുൺ, സുമിത്, ഇങ്ങനെ 3 സ്ട്രിങ്ങുകൾ നമ്മൾ ഒരുമിച്ച് കൊടുത്തു. അപ്പോൾ 4 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, എക്സ്ട്രാ നമുക്ക് വേറൊരു പേരും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ പോയിന്ററിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറേ സ്ട്രിങ്ങുകൾ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പോയിന്റർ സ്ട്രിങ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന പോയിന്റർ ആൻഡ് സ്ട്രക്ചർ ആണ്. A pointer variable can be created not only for native type like int, float, double, etc., but they can also be created using definite type like structure. അപ്പോൾ നമ്മൾ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ പോയിന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു സിൻടാക്സ് ആണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കുക, ജസ്റ്റ് പോയിന്റ് നമ്മളിപ്പോൾ സ്ട്രക്ചർ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല. സ്ട്രക്ട് ഒരു നെയിം കൊടുത്തു, ദെൻ അതിനകത്ത് റോൾ നമ്പർ, ദെൻ ഡാറ്റ ടൈപ്പ് കൊടുത്തു, ക്യാരക്ടർ, ഫ്ലോട്ട് തുടങ്ങിയുള്ള ഡാറ്റ ടൈപ്പ് കൊടുത്തു. ദെൻ ഇവിടെ നോക്കിക്കേ,
നമ്മൾ ലെറ്റ്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സ്റ്റുഡൻറ് സ്റ്റാർ എസ് ടി ആർ. നമ്മൾ എസ് ടി ആർ എന്ന് പറഞ്ഞൊരു പോയിന്റർ വേരിയബിൾ നമ്മൾ സ്റ്റുഡൻറ്, നേരത്തെ ഇതിന്റെ പേരെന്തായിരുന്നു, സ്റ്റുഡൻറ് എന്താണ് ഈ സ്ട്രക്ചറിന്റെ പേര് ആണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു, ഒരു വേരിയബിൾ നമ്മൾ കൊടുത്തു, സ്റ്റുഡൻറ് സ്റ്റാർ എസ് ടി ആർ എന്ന് കൊടുത്തു. അപ്പോൾ എസ് ടി ആർ ഈക്വൽ ടു എന്താ, ന്യൂ സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായി, ഒരു ഡൈനാമിക് ആയിട്ട് ഒരു അലോക്കേഷൻ അല്ലേ, സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ദിസ് വിൽ ക്രിയേറ്റ് എ പോയിന്റർ ദാറ്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എ സ്റ്റുഡൻറ്. അപ്പോൾ നമ്മളിവിടെ എന്താ സംഭവിക്കുന്നത്, എന്താ ഒരു പുതിയതായിട്ടുള്ളൊരു പോയിന്റർ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു. അതിനകത്ത് എന്താ ചെയ്യുന്നത്, ആ സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സാണ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ആ എസ് ടി ആർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു, എസ് ടി ആർ ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പുതിയതായിട്ട് എന്ത് ചെയ്തു, ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അഡ്രസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റുഡൻറ്. ആ ഒരു സ്റ്റുഡൻറ്റിന്, ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ എന്താണ്, അഡ്രസ്സാണ് ഇവിടെ എന്ത് ചെയ്ത് വെക്കുന്നത്, ഹോൾഡ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സൈസ് ഓഫ് ദ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സം ഓഫ് ദ സൈസ് ഓഫ് ഇറ്റ്സ് വേരിയബിൾ. കാരണം മൊത്തം ആ വേരിയബിൾസിൻ്റെ സൈസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ടോട്ടൽ സൈസ് ഓഫ് ദ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ് പറയുന്ന സമയത്ത് പോയിന്റർ വേരിയബിൾ ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ഓൺലി ഫോർ ദ നേറ്റീവ്, കാരണം ഇൻഡ് ഫ്ലോട്ട് വെച്ചിട്ടല്ല, ബട്ട് ദേ ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് യൂസിങ് ഡെഫിനിറ്റ് ടൈപ്പ് ലൈക്ക് സ്ട്രക്ചർ. നമ്മളൊരു എന്താണ് സ്ട്രക്ചർ പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് വെച്ചിട്ട്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താ, ആ സ്ട്രക്ചറിൻ്റെ നെയിമാണ്. സ്റ്റാർ എസ് ടി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുത്തു, ഒരു പോയിന്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, പുതിയതായിട്ടൊരു പോയിന്റർ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്ത പോയിന്റിനകത്ത് എന്താ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്, അഡ്രസ് ഓഫ് ദ എന്താണ് സ്റ്റുഡൻറ്റ്. കാരണം ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ആ സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പോയിന്റർ ആൻഡ് സ്ട്രക്ചർ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പറയാൻ വേണ്ടി പോകുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സ്ട്രക്ചർ വിച്ച് കണ്ടെയ്ൻ എ മെമ്പർ പോയിന്റിംഗ് ടു ദ സെയിം സ്ട്രക്ചർ ആർ കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്നുവെച്ചാൽ ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഒരു മെമ്പർ ആ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള വേറെ ആളെ തന്നെ എന്ത് ചെയ്യാണ്, പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാണ് സ്ട്രക്ചർ, സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഇൻറ്റു റോൾ നമ്പർ ക്യാരക്ടർ നെയിം ഫ്ലോട്ട് മാർക്ക് സ്റ്റുഡൻറ്റ് സ്റ്റാർ എസ് ടി. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ തന്നെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇതിനെ തന്നെ നമ്മൾ പോയിന്റ് ചെയ്യാണ്. കാരണം ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ നമ്മൾ അതിൻ്റെ അകത്തുള്ളൊരു മെമ്പറിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകരുത്, ഒന്നും കൂടെ ഞാൻ പറയാം. സ്ട്രക്ചർ വിച്ച് കണ്ടെയ്ൻ എ മെമ്പർ പോയിന്റിംഗ് ടു ദ സെയിം സ്ട്രക്ചർ ആർ കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. കാരണം ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ആ ഒരു സെയിം ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ സെയിം ആളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പോയിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ അതിനാണ് എന്ത് വിളിക്കുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചുള്ളത്, സ്ട്രക്ട് സ്റ്റുഡൻറ്റ് കൊടുത്തു, സ്റ്റുഡൻറ്റ് സ്റ്റാർ എസ് ടി നമ്മൾ പോയിന്റ് ചെയ്യാന്ന് വെച്ചാൽ പോയിന്റർ യൂസ് ചെയ്തു. then എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റുഡൻറ്റിനെ തന്നെയാണ് നമ്മൾ ആ സ്ട്രക്ചറിൻ്റെ ആളെ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, ദ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഹോൾഡ് ദ ഡാറ്റ ആൻഡ് ദ അഡ്രസ് ദാറ്റ് പോയിന്റ് ടു ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്തിട്ടുള്ളത്, ഹോൾഡ് ദ ഡാറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദ പോയിന്റ് ടു ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ. അടുത്ത മെമ്മറി ലൊക്കേഷൻ എന്താണ്, ഡാറ്റയും അഡ്രസ്സ് ആയിരിക്കും എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഓർത്ത് വെക്കാം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ ഒരാളെ തന്നെ ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ വേറെ ആളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പോയിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതെന്താ ചെയ്ത് വെക്കുന്നത്, എന്താണ്, ഹോൾഡ് ദ ഡാറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദ പോയിന്റ് ടു ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ. അടുത്ത വരുന്ന ആളുടെ എന്താണ്, അഡ്രസ്സും ഡാറ്റയൊക്കെ എന്താണ്, ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് എന്ത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ സ്ട്രക്ചറും പോയിന്റേഴ്സും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ടൈം ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് ടേംഡ് ആസ് ഡാഷ്. എന്താണ്, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചറിന് വരുമ്പോൾ പറയുന്നതിന് പേരെന്താണ്, നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ മറന്നു പോയത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുന്നതിൻ്റെ പേരെന്താണ്, നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രോബ്ലം ക്രിയേറ്റഡ് ബൈ മെമ്മറി ലീക്സ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് മെമ്മറി ലീക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മെമ്മറി ലീക്ക് എന്തായിരുന്നു,
നേരത്തെ പറഞ്ഞാൽ ഒരു അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് എന്തെങ്കിലും പ്രോപ്പർലി ഡിഅലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് അത് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് എന്ത് പറയുന്നത് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, ഇറ്റ് കോസസ് ഓർഫൺ മെമ്മറി ബ്ലോക്സ്, വേസ്റ്റേജ് ഓഫ് മെമ്മറി, ഇൻസഫിഷ്യൻറ്റ് മെമ്മറി ഡ്യൂ ടു ദിസ് സംടൈംസ് സിസ്റ്റം സേ ബി ഹാങ്ഡ്. എന്നുവെച്ചാൽ നമുക്ക് എന്താണ് മെമ്മറി ലീക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും, ഓർഫൺ മെമ്മറി ബ്ലോക്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വേസ്റ്റേജ് ഓഫ് മെമ്മറി, കുറേ മെമ്മറി വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് സിസ്റ്റം എന്തായി പോവും, ഹാങ് ആയിപ്പോവും. ഇതൊക്കെയാണ് മെയിൻ മെമ്മറി ലീക്കിൻ്റെ പ്രോബ്ലംസ് എന്ന് വരുന്നത്. ഇത് 2 മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഫ്രീ ദ അലോക്കേറ്റഡ് മെമ്മറി? എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ നമ്മൾ ഫ്രീ ആക്കാം? ദാറ്റ് മീൻസ് നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാം, അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്, ഡിലീറ്റ് ഓപ്പറേറ്റർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡൈനാമിക്കലി നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും പഠിച്ചു. അപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തായിരുന്നു, നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പുതിയതൊരു സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ന്യൂ എന്ന് പറയുന്നതും. അത് ഡിലീറ്റ് ചെയ്യുന്ന വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, ഡിലീറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ഹൗ വിൽ യു ഫ്രീ ദ അലോക്കേറ്റഡ് മെമ്മറി? എങ്ങനെയാണ് നമ്മൾ മെമ്മറിനെ ഫ്രീ ആക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്, ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് നമ്മൾ അതിന് എന്ത് ചെയ്യും, ഡിഅലോക്കേറ്റ് ചെയ്യും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, റൺ ടൈം അലോക്കേഷൻ ഓഫ് മെമ്മറി ഈസ് ട്രിഗേർഡ് ബൈ ദ ഓപ്പറേറ്റർ. നമ്മൾ റൺ ടൈം അലോക്കേഷൻ ഓഫ് മെമ്മറി ഈസ് ട്രിഗേർഡ് ബൈ ദ ഏത് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്, ന്യൂ ഓപ്പറേറ്റർ. റൺ ടൈം എന്ന് പറയുമ്പോൾ റൺ ടൈമിലാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിഗേർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെൻറ്റ് ദ നെയിം ഓഫ് 12 month ആസ് ആൻ അറേ ഓഫ് സ്ട്രിങ്സ് ഓർ എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ, ഡിസ്കസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് എന്താ ഒരു 12 monthനെ നമുക്ക് എന്താ ഒറ്റൊരു അറേ ഓഫ് സ്ട്രിങ്ങിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറ്റുമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച് പോയിന്റ് അറേ ഓഫ് പോയിന്റ് അല്ലെങ്കിൽ അറേ ഓഫ് സ്ട്രിങ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് എങ്ങനെ കാണിക്കാം, ക്യാർ മന്ത് ഓഫ് 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 12 ആയതുകൊണ്ട് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, 12 സ്ട്രിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എ സ്ട്രക്ചർ കാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ. കാരണം നമുക്ക് അല്ലേ, കാരണം ഒരു സ്ട്രക്ചറിന് മറ്റൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കിക്കൂടെ. യെസ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്, നെസ്റ്റഡ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിളും കൂടെ അവിടെ ചോദിച്ചത്, ഒരു 3 മാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്റ്റ് ഡേറ്റ് ഷോർട്ട് ഡേ മന്ത് ഇയർ കൊടുത്തു നമ്മൾ, ദെൻ ക്ലോസ് ചെയ്തു, ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, ദെൻ എന്താണ് നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വേറൊരു ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സ്ട്രക്ചർ ഡെഫിനിഷൻ ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ ഈച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചറിൻ്റെ തന്നിട്ടുണ്ട്, ഒരു കോഡ് തന്നിട്ടുണ്ട്, അതിനകത്ത് എറേഴ്സ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കിയാൽ സ്ട്രക്റ്റ് ഓപ്പൺ ബ്രേസ് ഇട്ടു, ഇൻറ്റ് റോള് ഏജ് കൊടുത്തു, ഫ്ലോട്ട് ഫീ ഈക്വൽ ടു 1000 കൊടുത്തു, ദെൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എവിടെ എറർ എവിടെയാണ്, നമ്മൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു, പക്ഷെ അതിന് എന്ത് കൊടുത്തില്ല, നെയിം കൊടുത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ എറർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് നെയിം കൊടുക്കില്ല, ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഏജിന് പകരം നമ്മൾ ക്യാർ എന്ന് കൊടുക്കും. ക്യാർ ഏജ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ, ഏജ് എന്ന് പറഞ്ഞത് നമ്പർ അല്ലേ, അപ്പോൾ അവിടെ ക്യാരക്ടർ വരാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ എറർ നമുക്ക് എന്തെങ്കിലും കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ച എന്താണ്, നെയിം കൊടുത്തില്ല, സ്ട്രക്ചർ നെയിം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ എറർ, നോ നെയിം ഫോർ ദ സ്ട്രക്ചർ. നമ്മൾ എന്ത് കൊടുത്തില്ല, സ്ട്രക്ചറിന് നെയിം കൊടുത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ എറർ എന്ന് പറഞ്ഞ ഒറ്റ എറർ മാത്രമേ ഉള്ളൂ, എന്ത് കൊടുത്തില്ല, സ്ട്രക്ചറിന് നെയിം കൊടുത്തില്ല. അപ്പോൾ അത് ശരിയാക്കി എഴുതിയതും കൂടെ കാണിച്ചിട്ടുണ്ട്. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് ഷോർട്ട് എന്താ റോള് എന്താണ് ഏജ്, അതേപോലെ തന്നെ ഫ്ലോട്ട് ഫീ 1000. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ശരിയായ രൂപം കൂടെ എഴുതി വെക്കണം. ജസ്റ്റ് 1 മാർക്കാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ എറർ മാത്രം എഴുതുക. ജസ്റ്റ് അത് നിങ്ങളോട് 2 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ശരിയാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കോഡ് എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സ്റ്റാർ P, A5 P ഈക്വൽ ടു ആംപ്രസൻറ്റ് A കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ വേരിയബിൾ P. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വിൽ ബി ദ കണ്ടന്റ് ഓഫ് P ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, P എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു പോയിന്റ് വേരിയബിൾ ആണ്. അപ്പോൾ P ഈസ് എ സ്പെഷ്യൽ വേരിയബിൾ ആൻഡ് ഈസ് കോൾഡ് പോയിന്റർ. P എന്ന് പറയുന്നത് എന്താണ്, ഒരു പോയിന്റർ ആണ്. കാരണം അവിടെ സ്റ്റാർ ഇട്ടുകൊണ്ട് എന്താണ്, അതൊരു പോയിന്റ് വേരിയബിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വിൽ ബി ദ കണ്ടന്റ് ഓഫ് ദ P ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. P കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ. Pൻ്റെ അകത്ത് എന്താ ഉള്ളത്, എയുടെ അഡ്രസ് ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആംപ്രസൻറ്റ് സിമ്പിൾ ഇട്ടിട്ട്. ആംപ്രസൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ അഡ്രസ് ആണ്, എയുടെ അഡ്രസ് ആണ് എവിടെ കിടക്കുന്നത്,
പിയിൽ കിടക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ സ്റ്റാർ ഇടുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പോയിന്റർ ആണ്. ആംബ്രസിന് മുമ്പ് എന്തായിരിക്കും? അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കമ്പയർ ദ ആക്സെപ്റ്റ്സ് ഓഫ് ദ അറേ ആൻഡ് സ്ട്രക്ചേഴ്സ്. കാരണം കമ്പയർ ചെയ്യാൻ അറേയും സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4-5 മാർക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അറേയും സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺസ് അല്ലേ? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അറേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിറൈവ്ഡ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അതേപോലെ തന്നെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഡിഫൈൻഡ് ആണ്. അതേപോലെ തന്നെ എന്താണ്? നമ്മൾ സ്ട്രക്ചറിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ആണ് എന്തുള്ളത്? സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അറേൻ്റെ അകത്ത് എന്താണ്? സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറിൽ ഡോട്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ? സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്? വെൻ ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ ബിക്കം അനദർ സ്ട്രക്ചർ, നെക്സ്റ്റഡ് സ്ട്രക്ചർ ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചർ ആർ ഫോംഡ്. കാരണം നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് നെക്സ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. അത് ഭയങ്കര എന്താവും? കോംപ്ലക്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവൻ എലമെൻറ്റ് ഓഫ് അനദർ ബിക്കം അറേ മൾട്ടി ഡയമെൻഷണൽ അറേ ആർ ഫോംഡ്. കാരണം നമ്മൾ അറേയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-3 അറേ നമുക്ക് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതെന്താവില്ല? അതിന് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് വിളിക്കുക. പക്ഷെ അത് അത്ര വലിയ എന്താവില്ല? കോംപ്ലക്സ് ആയിട്ട് മാറില്ല. പക്ഷേ ഈ അറേൻ്റെ അകത്ത് ഒരേപോലെ ഡാറ്റാസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗൈഡിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗൈഡ് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.